ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, നാൻ എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് നന്നായിട്ട് പിടിക്കണം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകൾ നന്നായി വെന്ത് കിട്ടുന്നിടം വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി വെന്ത് കിട്ടിയാൽ മതി, മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ബാച്ച് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളവയും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് മെൽറ്റാക്കി എടുക്കണം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. സവോള നന്നായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ സവോള നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് ഇവയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 50 ഗ്രാം കശുവണ്ടിയും, ഇത് ഏകദേശം 35 എണ്ണം ഉണ്ട് കേട്ടോ, 6 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ വിനാഗിരി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തിളച്ചു തുടങ്ങുമ്പോൾ തക്കാളിയും കശുവണ്ടിയും നന്നായി വെന്ത് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്തും തീ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇങ്ങനെ ഏകദേശം 10-12 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് മൂടി മാറ്റാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് കുറച്ചുകൂടി വെള്ളം പറ്റിച്ചെടുക്കണം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ആകെ മൊത്തം 1.25 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം.
ഈ മിക്സിൻ്റെ ചൂട് നന്നായി ആറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇത് ഒരു അരിപ്പയിൽ അരിച്ച് തിരിച്ച് പാനിലേക്ക് തന്നെ ഒഴിക്കാം. ഇനി തീ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ ബട്ടർ, 5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇവ ചേർത്തിളക്കി ബട്ടർ മെൽറ്റ് ചെയ്യാൻ അനുവദിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. മേത്തി ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും. 2 ടീസ്പൂൺ കസൂരി മേത്തി ഫ്രൈങ് പാനിൽ നന്നായി ചൂടാക്കി കയ്യിലൊന്ന് ഞെരടിയെടുത്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ ചേർക്കുന്ന സോസിൻ്റെ അളവ് തക്കാളിയുടെ പുളിയും മധുരവും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അവസാനമായി 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഒന്ന് തിളയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.